ഭരണഘടനാപരമായി നിയമസഭയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇതിനായി ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഏകോപനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് പുതുപ്പള്ളി പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ശനിയാഴ്ച രാവിലെ 10:30 നിയമസഭാ സ്പീക്കറായി അധികാരമേറ്റതിനു ശേഷം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയത്. സ്പീക്കറായി ചുമതലയേൽക്കുന്നതിനോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തി ചാണ്ടി ഉമ്മൻ MLAയും മറ്റു കുടുംബാംഗങ്ങളെയും കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കോട്ടയത്തെത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളി പള്ളിയിലേക്കും എത്തിയത്. മെഴുകുതിരി തെളിയിച്ച ശേഷം അദ്ദേഹം കല്ലറയിൽ പ്രാർത്ഥനയും നടത്തി. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കലിനാണ് ഇവിടെ എത്തിയതെന്ന് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. UDF സർക്കാർ ചുമതലയേറ്റതിന് പിന്നാലെ പുതിയ കാഴ്ചപ്പാടോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്പീക്കർ എന്ന നിലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും പുതുമുഖങ്ങളായി നിയമസഭയിലെത്തിയിരിക്കുന്ന 71 MLAമാരെയും സഭാകാര്യങ്ങളിൽ പ്രാപ്തരാക്കുന്നതിന് പരിഗണന നൽകുകയാണ് പ്രഥമ ലക്ഷ്യമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഒരു ജീവിതകാലം അത്രയും ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ കുര്യൻ ജോയി, അദ്ദേഹവും ഞങ്ങളുടെ രണ്ടാളും കൂടെ കൂടി ഒരുമിച്ചാണ് ഇതിലെത്തിയത്. അതൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. 1-2 വർഷമല്ല, എത്രയോ പതിറ്റാണ്ടുകളുടെ ഒരു ഓർമ്മയാണ് ഞങ്ങളുടെ മനസ്സിലെത്തുന്നത്. കുര്യൻ ജോയി, ഉമ്മൻചാണ്ടി, ഞങ്ങളെല്ലാവരും വളരെ കൃത്യതയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഭരണഘടനാപരമായി പോകുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് നിറവേറ്റും. ഭരണപ്രതിപക്ഷ കക്ഷികൾക്ക് ഏകോപനം ഉണ്ടാകണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ പുതിയ സമീപനമുണ്ടാകണം. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ആ മാനസികാവസ്ഥ ഗുണം ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പൊതുവികാരത്തോടു കൂടി പോകാൻ പറ്റുന്ന കുറേ മേഖലകളുണ്ട്. ആ മേഖലകൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ കക്ഷി നേതാക്കന്മാരുടെയും മറ്റാളുകളുടെയും എല്ലാം സഹകരണം വേണം. ഗവൺമെൻറ് നിശ്ചയമായും അതിനുള്ള പൂർണ്ണമായി സഹകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളോളം ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്ന കുര്യൻ ജോയിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പമുണ്ടായിരുന്നു. മൂവരും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചും സ്പീക്കർ അനുസ്മരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടൊപ്പം എത്തിയിരുന്നു. ACV ന്യൂസ്, കോട്ടയം.